ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീർഘായുസ്, സന്തോഷം, ആരോഗ്യം ഇതാഗ്രഹിക്കുന്ന ഏതൊരാളും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത്. ഇത് ഷെയർ ചെയ്യുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പരിശീലന ക്ലാസ്സിൽ ഞാൻ അതിലെ പാർട്ടിസിപ്പൻസിനോട് അവരുടെ പേടിക്കുള്ള കാരണങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. പാർട്ടിസിപ്പൻസ് എല്ലാവരും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്, 25 വയസ്സിന് താഴെയുള്ള പുരുഷന്മാർ. അപ്പോൾ പലതരം പേടികളെക്കുറിച്ച് അവരെന്നോട് പറഞ്ഞു. ഉയരം ചിലർക്ക് പേടിയുള്ള ഒന്നാണ്, പരീക്ഷ പേടിയുള്ളവരുണ്ട്, പാമ്പിനെ പേടിയുള്ളവരുണ്ട്, സ്റ്റേജ് ഫിയർ. കല്യാണം കഴിച്ചവരാരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഭാര്യയെ പേടിയെന്ന് ആരും പറഞ്ഞില്ല. അതിലെ ഒരു പാർട്ടിസിപ്പൻറ്റ് വളരെ വ്യത്യസ്തമായൊരു കാര്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അയാൾക്ക് പേടി എന്താണെന്ന് അറിയാമോ? ഐ ആം സ്കെയർഡ് ഓഫ് ഓൾഡ് ഏജ്. വാർദ്ധക്യത്തെ ഭയമാണെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ അതിനൊരു കാരണമുണ്ട്. ഈ വാർദ്ധക്യം, ഓൾഡ് ഏജ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ കടന്നു വരുന്നത്? വടിയൊക്കെ കുത്തിപ്പിടിച്ച് സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റാതെ, ആരോഗ്യമില്ലാതെയായി, ഓർമ്മയും പോയി, സന്തോഷമില്ലാതെ നടക്കുന്ന ഒരവസ്ഥ. ആരെയും പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയാണല്ലേ. എന്നാൽ 90 അതിലധികമൊക്കെ വയസ്സായി സന്തോഷത്തോടും ആരോഗ്യത്തോടും ജീവിക്കുന്ന ആളുകൾ ഈ ഭൂമുഖത്തുണ്ട്. ജപ്പാനിൽ ഒക്കിനാവ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെ 100,000 ആളുകളെ എടുത്തു കഴിഞ്ഞാൽ 25 ആളുകളോളം 100 വയസ്സ് കഴിഞ്ഞവരാണ്. അപ്പോൾ 100 വയസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പം കണ്ട ചിത്രമൊന്നും അല്ല കേട്ടോ. അവിടെ ഊർജ്ജസ്വലരായിട്ടുള്ള ആളുകൾ, ആരോഗ്യമുള്ള ആളുകൾ അവിടെ വളരെ സന്തോഷത്തോടുകൂടി അവിടെ ജീവിക്കുകയാണ്. ചെറുപ്പക്കാർ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനത്തോടുകൂടി അവർ ജീവിക്കുന്നു. ഇതെങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളത് നമുക്ക് ശരിക്കും അത്ഭുതം ഉണ്ടാക്കുന്നൊരു കാര്യമാണല്ലേ. അങ്ങനെ അത്ഭുതം തോന്നിയ 2 പേർ അവിടെ പോയി ഈ ആളുകളുടെ കൂടെയൊക്കെ താമസിച്ച് അവർക്ക് എങ്ങനെ ഇങ്ങനെ സാധ്യമാകുന്നു എന്ന് മനസ്സിലാക്കി എഴുതിയ ഇക്കിഗായി എന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് വെറുതെയുള്ള കാര്യങ്ങളല്ല അല്ലേ. കുറച്ച് ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന, മോഡലായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുമാത്രമല്ല, അതിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണല്ലോ. അങ്ങനെ ആ ജനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന 8 കാര്യങ്ങൾ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, എന്നാലും നമുക്കൊക്കെ പ്രയോഗിക്കാൻ പറ്റുന്ന 8 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഒക്കിനാവ എന്ന ഗ്രാമത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒന്ന് അവരുടെ ആഹാരക്രമമാണ്. നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ടല്ലേ, വയറ് നിറച്ച് കഴിക്കുക. അവിടുത്തെ ജനങ്ങൾ നിർബന്ധപൂർവ്വം പറയുന്നത് എന്താണെന്നോ, ഒരു 80% വയറേ നിറയാവൂ. നമുക്ക് കുറച്ചുകൂടി ഭക്ഷണം വേണം, വയറ് നിറയാറായി എന്നൊക്കെ തോന്നുമ്പോൾ നിർത്തിയേക്കണം. പിന്നെ നമ്മുടെ ഒരു രീതി ഉണ്ടല്ലോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരു ഐറ്റം ഉണ്ടാക്കും, അത് വയറ് നിറയെ കഴിക്കും. അവരങ്ങനെയല്ല, അവർക്ക് വെറൈറ്റി ഫുഡാണ്. അതുമല്ല, ഭക്ഷണം വിളമ്പുന്നതിൽ പോലും അവർക്ക് ചില പ്രാക്ടീസസ് ഉണ്ട്. പ്രധാനപ്പെട്ട മീൽസിനൊക്കെ 4 ചെറിയ പാത്രങ്ങളിൽ പലതരം ആഹാരങ്ങളുണ്ടാവും. കുറച്ച് വലിയൊരു പാത്രത്തിൽ മെയിൻ ഡിഷും ഉണ്ടാവും. നമ്മൾ ഒരേ ആഹാരം തന്നെ ഇങ്ങനെ വയറ് നിറയെ കഴിക്കും. മിക്കവാറും നമ്മൾ കുഞ്ഞുങ്ങളോടൊക്കെ പറയാറില്ലേ, മോനെ വയറ് നിറച്ച് കഴിക്കുക. ഞാനിപ്പോൾ നന്ദിപൂർവ്വം ഓർക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഈ പരിപാടി ഉണ്ടായില്ല, വയറ് നിറച്ച് കഴിപ്പിക്കുക എന്നുള്ളത്. ആഹാരത്തിലൊക്കെ ഒരു ക്രമം പാലിച്ചിരുന്നു. ചെറിയ പാത്രത്തിലൊക്കെ വിളമ്പി തരുമായിരുന്നു ഇതുപോലെ. അപ്പോൾ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നുകയാണ്. അന്നത്തെ കാലത്ത് ചിലപ്പോൾ വെക്കേഷനൊക്കെ വിരുന്ന് പോകുമ്പോഴേ അവിടെയുള്ള ആൻറ്റിമാരൊക്കെ കുറേ ഭക്ഷണം ഇങ്ങനെ കഴിപ്പിക്കും. ചിലപ്പോൾ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. അതങ്ങനെ നമ്മുടെ ഒരു പ്രാക്ടീസ്. ആളുകൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത് നമുക്ക് വളരെ സന്തോഷമായതുകൊണ്ട് നമ്മൾ ചെയ്തു പോന്നിരുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ആളുകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 80% വയറ് നിറഞ്ഞാൽ മതി. രണ്ടാമത്തെ കാര്യം, അവരേറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ശരീരമാണ്. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടത്, പക്ഷെ അവർ കൃത്യമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യും. അതിനുവേണ്ടി അവർ വലിയ എക്സസൈസ് ഒന്നും ചെയ്യാറില്ല. നമ്മളൊക്കെ ചിലപ്പോൾ 2 കിലോമീറ്റർ കാർ ഓടിച്ച് ജിമ്മിൽ ചെന്ന് 1 മണിക്കൂർ വർക്കൗട്ട്, ഇങ്ങനത്തെ പരിപാടിയല്ല കേട്ടോ അവർ ചെയ്യാറുള്ളത്. അവർ ശരീരം ഉപയോഗിക്കും, പറ്റാവുന്ന രീതിയിലെല്ലാം. ഒരു സ്ഥലത്ത് കുറേ സമയം കുത്തിയിരിക്കില്ല. നടന്നു പോകാവുന്ന സ്ഥലത്തൊക്കെ നടന്നു പോകും. എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിയുമ്പോൾ ലിഫ്റ്റും എസ്കലേറ്ററൊക്കെ ഉണ്ടെങ്കിലും കഴിയുന്നത്ര അവർ സ്റ്റെയർ കേസ് ഉപയോഗിക്കും. അതായത് ശരീരം കഴിയുന്നത്ര ഉപയോഗിക്കുക, അതാണ് അവരുടെ പോളിസി. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ
അനാരോഗ്യ പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ശരീരം ഉപയോഗിക്കാത്തതാണ്. പിന്നെ അവരുടെ എക്സസൈസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് യോഗ എക്സസൈസസ് ആണ്. എത്ര പ്രായമായാലും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ശരീരത്തിന് യോജിച്ച വിധത്തിലുള്ള എക്സസൈസസ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവർ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. നന്നായിട്ട് ഉറങ്ങണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഒക്കിനാവയിലെ ജനങ്ങൾ. ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്. നമ്മുടെ ഒരു നാച്ചുറൽ ടെൻഡൻസി അങ്ങനെയാണ് കേട്ടോ. നമ്മൾ പിന്നെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തകിടം മറിക്കുന്ന കൂട്ടത്തിൽ ഉറക്കമാകെ തകിടം മറിഞ്ഞു പോയി. ഇവർ പറയുന്നൊരു കാര്യം എന്താണെന്നോ, നമ്മുടെ യൂത്ത്ഫുൾനെസ് കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ഉറക്കം. ഉറങ്ങുന്ന സമയത്ത് മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. ഈ ഹോർമോൺ സ്കിൻ റിപ്പയറിന് ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ് കണ്ടെത്തൽ. പിന്നെ കൂടുതൽ സമയം ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിന് ക്ഷീണമുണ്ടാക്കും. അതുകൊണ്ട് 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവർ കരുതുന്നു. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏകദേശം 35 വയസ്സുള്ളപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന കലാലയത്തിൽ കുറച്ച് സീനിയർ ആയിട്ടുള്ളൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ 50 വയസ്സൊക്കെ കഴിഞ്ഞ ആളാണ്. വളരെ സുന്ദരിയായ ഒരു ടീച്ചർ. അപ്പോൾ സ്കിന്നൊക്കെ നല്ല രസമാണ് കാണാൻ. സ്കിന്നിൻ്റെ തിളക്കം, അതിൻ്റെ സ്നിഗ്ധത, ഇതൊക്കെ നമുക്ക് വളരെ ആകർഷകമായി തോന്നിയിരുന്നു. നല്ല മുടിയും ഉണ്ടായിരുന്നു ടീച്ചർക്ക്. അപ്പോൾ ടീച്ചറോട് ഞങ്ങൾ തമാശയ്ക്ക് ചോദിക്കും, എന്താണ് ഇതിൻ്റെ രഹസ്യം? അപ്പോൾ ടീച്ചർ പറയും, അങ്ങനെ രഹസ്യമൊന്നും പരസ്യമാക്കാൻ പോണില്ല എന്ന്. ഒരു ദിവസം രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചറെ വീട്ടിലേക്ക് വിളിച്ചു. ഭർത്താവാണ് ഫോൺ എടുത്തത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, 10 മണി കഴിഞ്ഞാൽ ടീച്ചറെ കിട്ടില്ല, നാളെ രാവിലെ വിളിച്ചോളൂ. അതങ്ങനെ ഒരു ശീലമാണ്. ടീച്ചർ കൃത്യസമയത്ത് ഉറങ്ങും, കൃത്യസമയത്ത് എഴുന്നേക്കും. അന്ന് ഞാനധികം ഒന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ. അത് ചിലരുടെ ശീലമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് ശരിക്കും രഹസ്യം പിടി കിട്ടിയത്. ഇനി 4ാമത്തെ കാര്യം, ഒക്കിനാവയിലെ ജനങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കുന്നവരാണ്. നമുക്കറിയാം, ജപ്പാൻ എന്നൊക്കെ പറഞ്ഞാൽ ടെക്നോളജിക്കലായിട്ട് എത്രയോ മുന്നിലെത്തിയിട്ടുള്ള രാജ്യമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തം ജീവിതം സ്ട്രെസ്ഡ് ആക്കാൻ ഇവർ സമ്മതിക്കാറില്ല. നമ്മുടെ പൂർവികരുടെ ജീവിതമൊക്കെ ഇല്ലേ, പെട്ടെന്ന് എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടാകുന്നു, അപ്പോൾ സ്ട്രെസ് ഹോർമോൺസ് റിലീസ്ഡ് ആകുന്നു, ഫ്ലൈറ്റ് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനൊക്കെ ശരീരം സന്നദ്ധമാകുന്നു. അത് കഴിയുമ്പോൾ ഡേഞ്ചർ മാറുന്നു, നമ്മൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഇങ്ങനെയുള്ള ഭയങ്കര ഡേഞ്ചറൊന്നുമില്ല. നമ്മളിപ്പോൾ സുരക്ഷിതമായ വാസസ്ഥലമുണ്ട്, പല സപ്പോർട്ട് സിസ്റ്റവും നമുക്കുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, നമ്മൾ എല്ലായ്പ്പോഴും തന്നെ ചെറിയ തോതിൽ സ്ട്രെസ്ഡാണ്. സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ ചെറിയ തോതിൽ ശരീരത്തിൽ എപ്പോഴും റിലീസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, ഏത് സമയം നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻസ്, അത് റിങ് ചെയ്യുമ്പോൾ അയ്യോ ജോലി സ്ഥലത്തു നിന്നാണ്, എന്താണാവോ കാര്യം. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കുമ്പോഴുള്ള ഒരു സ്ട്രെസ്. പിന്നെ ഒരേ സമയത്ത് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും മേശപ്പുറത്തും മൊബൈൽ ഉണ്ടാവും, മൊബൈലിലേക്ക് നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുക. പിന്നെ ചിലർ TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കയ്യിൽ മൊബൈലിൽ യൂട്യൂബും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടിയൊക്കെ നമുക്കുണ്ടാക്കുന്ന സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഏകാഗ്രതയ്ക്ക് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഒക്കിനാവയിലെ ജനങ്ങൾ എന്തായാലും ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നവരല്ല. ഒരു സമയത്ത് ഒരു ആക്ടിവിറ്റി, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് നന്നായിട്ട് ചെയ്യുക, എല്ലാ കാര്യങ്ങളും അതിൽ മുഴുകി നന്നായിട്ട് ചെയ്യുക. അതിന് മൈൻഡ്ഫുൾനെസ് എന്നാണ് പറയുക. 5ാമത്തെ കാര്യം, ഒക്കിനാവയിലെ ജനങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒരുപാട് ഉത്സാഹമുള്ളവരാണ്. ഇന്നത്തെ കാലത്ത് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. പലപ്പോഴും ഇത്രയൊക്കെ പ്രായമായില്ലേ എന്നും പറഞ്ഞ് പഠിക്കുന്നതിൽ നിന്ന് പലരും മാറി നിൽക്കാറുണ്ട്. പക്ഷെ ഒക്കിനാവയിലെ ജനങ്ങൾ എത്ര പ്രായമായാലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. അവർക്കറിയാം, പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ന്യൂറോൺസ് പുതിയ കണക്ഷൻസ് ഉണ്ടാക്കും, ബ്രെയിനൊക്കെ വളരെ ആക്ടിവേറ്റഡ് ആവും. അൽഷിമേഴ്സ് തുടങ്ങിയ അസുഖങ്ങൾ അതുകൊണ്ട് വളരെ കുറവായിരിക്കും. 6ാമത്തെ കാര്യം, അവർ എപ്പോഴും ഒരു ചെറിയ ഫ്രണ്ട്സ് സർക്കിൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധിക്കും. അതിന് സഹിഷ്ണുതയും സഹകരണ മനോഭാവവും ഒക്കെ വളരെ ആവശ്യമാണ്. ജപ്പാനിലെ ജനങ്ങളെക്കുറിച്ച് പണ്ടെങ്കിലും ഞാൻ വായിച്ചതോ എൻ്റെ ഓർമ്മയിലുണ്ട്. അതായത് അവിടെ ഒരു വീട്ടിൽ തന്നെ പല മതവിഭാഗക്കാരുണ്ടാകുമെന്ന്. അപ്പോൾ സഹിഷ്ണുതയൊക്കെ അവർ എത്രയോ ചെറുപ്പത്തിലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. 7ാമത്തെ കാര്യം, അത് പുസ്തകത്തിൽ കണ്ടത് മാത്രമല്ല കേട്ടോ. ഞാൻ പ്രായമുള്ള ജപ്പാൻകാരുടെയൊക്കെ പടം കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. അവരൊരുപാട് സന്തോഷം അനുഭവിക്കുന്നവരാണ്. പണ്ട് കാതറൈൻ ആൻ എന്ന പേരുള്ള 2 യുവതികൾ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു.
രണ്ടുപേരും ഏകദേശം ഒരേ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. ജോലി സ്ഥലത്തും ഒരേ ശമ്പളവും ഒരേ പൊസിഷനൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ആൻ നോക്കുമ്പോൾ കാതറിൻ വളരെ വളരെ സന്തോഷത്തിലാണ്. ആനാണെങ്കിൽ എപ്പോഴും ഗ്ലൂമിയാണ്. ഒരു ദിവസം ആൻ രണ്ടും കൽപ്പിച്ച് കാതറിനോട് ചോദിച്ചു, നീ എപ്പോഴും വളരെ സന്തോഷവതിയാണല്ലോ, എന്താണ് അതിൻ്റെ രഹസ്യം? അപ്പോൾ കാതറിൻ പറഞ്ഞു, ഞാൻ ധാരാളം ചിരിക്കാറുണ്ട്. ഞാനിങ്ങനെ ചിരിക്കുമ്പോൾ ഒരുപാട് ചിരികൾ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ ചിരിയിൽ നിന്നും കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, അതാണ് എൻ്റെ സന്തോഷത്തിന് കാരണം. പുഞ്ചിരിയുടെ പ്രാധാന്യം മനസ്സിലായില്ലേ? എട്ടാമത്തെ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെല്ലാവരും ഇവരുടെ ജീവിതത്തിലെ ഇക്കിഗായി കണ്ടെത്തിയവരാണ്. ഇക്കിഗായി എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് വാക്കാണ്. ദ പർപ്പസ് ഫോർ ബീയിങ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? നമ്മൾ എന്തിനീ ഭൂമിയിൽ ജനിച്ചു? അതിൻ്റെയൊക്കെ ഉത്തരം അവർ കൃത്യമായി കണ്ടെത്തിയവരാണ്. ഈ ഉത്തരം കണ്ടെത്താൻ വേണ്ടി അവരുപയോഗിക്കുന്ന ഒരു മാർഗമുണ്ട്. അവർ ജീവിതത്തിൽ എന്നും ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു പ്രവൃത്തി അവർ കണ്ടെത്തും. ആ പ്രവൃത്തിക്ക് 4 ഘടകങ്ങളുണ്ട്. 1, ആ പ്രവൃത്തി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. 2, അതിനോട് ഇഷ്ടം ഉണ്ടായിരിക്കണം. 3, അത് ചെയ്യുന്നത് കൊണ്ടൊരു കമ്മ്യൂണിറ്റിക്ക് പ്രയോജനം ഉണ്ടാവണം. 4, അതിൽ നിന്ന് നല്ലൊരു സാമ്പത്തിക വരുമാനം കൂടി ഉണ്ടാവണം. ഇവർ വളരെ ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ്. ഇതവരുടെ കരിയറാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ അവരെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, ദേ നെവർ റിട്ടയർ. ഔദ്യോഗികമായി ജോലിയിൽ നിന്ന് പിരിഞ്ഞാലും ഇങ്ങനെയുള്ളൊരു കാര്യം ഇതുകൊണ്ട് അവർ തുടർന്നും ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ദേ റിമെയിൻ ആക്റ്റീവ്. പറഞ്ഞ 2 കാര്യങ്ങളില്ലേ, ആ കാര്യം ചെയ്യാൻ നമുക്ക് ഇഷ്ടം ഉണ്ടാവണം, അത് നന്നായിട്ട് ചെയ്യാൻ പറ്റണം. ഇതിനെ നമ്മൾ വിളിക്കുന്നത് പാഷൻ എന്നാണ്. നമുക്ക് പലപ്പോഴും ഈ പാഷൻ കരിയറാക്കി മാറ്റാൻ പറ്റാറില്ല. അതായത് പാഷനിൽ നിന്ന് ഒരു സാമ്പത്തിക വരുമാനം അങ്ങനെ ഉണ്ടാക്കാൻ പലപ്പോഴും പറ്റാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ജോലി കണ്ടെത്തും സാമ്പത്തിക വരുമാനമുള്ള. അത് കണ്ടെത്തുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ പാഷൻ ഒരിക്കലും കൈവിടരുത്. ഔദ്യോഗികമായിട്ട് റിട്ടയർ ചെയ്താലും ഈ പാഷൻ നമുക്ക് തുടർന്നുകൊണ്ട് പോകാവുന്ന വിധത്തിൽ അതിനെ നമ്മൾ വളർത്തിയെടുക്കണം. അതുമാത്രമല്ല, ചിലപ്പോൾ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോൾ ഈ പാഷനിൽ നിന്ന് സാമ്പത്തിക വരുമാനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും കൂടി ഉരുത്തിരിഞ്ഞ് വന്നെന്നിരിക്കാം. അപ്പോൾ 8 കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 8 കാര്യങ്ങൾ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആദ്യത്തെ കാര്യം 80% വയറ് നിറഞ്ഞാൽ മതി. 2ാമത്തെ കാര്യം സൗണ്ട് മൈൻഡിന് സൗണ്ട് ബോഡി. 3ാമത്തെ കാര്യം ക്വാളിറ്റി സ്ലീപ്പാണ്. 4ാമത്തെ കാര്യം റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. 5ാമത്തെ കാര്യം പുതിയ കാര്യങ്ങളൊക്കെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതൊക്കെ അറിയാനും പഠിക്കാനും തയ്യാറാവുക. 6ാമത്തെ കാര്യം ഒരു ഫ്രണ്ട് സർക്കിൾ, വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് എപ്പോഴും കൂടെ ഉണ്ടാവുക, അതിനുവേണ്ടി ശ്രമിക്കുക. 7ാമത്തെ കാര്യം സ്മൈൽ എ ലോട്ട്. 8ാമത്തെ കാര്യം ഇക്കിഗായി കണ്ടെത്തുക. ഇത് വായിച്ചപ്പോൾ എനിക്ക് നല്ല ആത്മവിശ്വാസമൊക്കെ തോന്നി. ഇതൊക്കെ നമുക്ക് പ്രായോഗികമാക്കാവുന്ന കാര്യങ്ങളല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ കമൻസ് ഒക്കെ ഇടണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. അതെനിക്ക് വായിക്കാനും മറുപടി തരാനും ഒക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.